ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക്നോളജി ക്രിയേറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ നല്ല അട്രാക്റ്റീവായ 5 ടിപ്സാണ്. വീണ്ടും 5 ടിപ്സായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 ടിപ്സിൽ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം ആദ്യമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരമാവും. അപ്പോൾ നമുക്ക് ഓരോ ടിപ്പ് വെച്ച് നോക്കാം. അതിനായി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുന്നു. സെറ്റിങ്സ് അതിങ്ങനെയാണ് തുറന്നു വരിക. ഈസി ഓഫ് ആക്സസ് എന്നുണ്ടാവും. അതിൽ ഈ ഒരു രീതിയിലാണ് തുറന്നു വരിക. നെറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ഓണായി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഓൺ നറേറ്റർ ടോഗിൾ സ്വിച്ച് എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് താത്താം. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് വെച്ചൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. Tooltip Location Applications. ഓക്കെ, ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. Desktop Google Chrome selected. New tab Google Chrome. Pane Address and search bar. Editing text Ctrl+L. Tooltip Access the internet. എല്ലാതും നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. Window. Press the settings on narrator. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഭാഷ സ്പീഡാക്കുന്നുണ്ട്. ഭാഷ സ്പീഡാക്കുക. പിന്നെ Tooltip 11. Tooltip 11. പിന്നെ പിച്ച് 14. Tooltip 14. എല്ലാം ഇതിലുണ്ട്. സൗണ്ട് യു ഹെയർ എല്ലാം ഇതിലുണ്ട്. ഇത് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഇവിടെ ഓഫ് ആക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യ ടിപ്പായിട്ട് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്തത് വരുന്നത് മാഗ്നിഫൈസറിൽ പോവുക. എന്നിട്ട് ഇതൊന്ന് ഓണാക്കുക. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഓപ്പൺ ആയി വരിക. ഇനി ഈ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് ഒന്ന് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ സൂമായി പോകുന്നതാണ്. അങ്ങനെ കുറയ്ക്കാനും പറ്റും. ഇത് എത്ര വേണമെങ്കിലും സൂം ആക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഇനി അടുത്തത് വരുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ നമ്പർ ലോക്ക്, ക്യാപ്സ് ലോക്ക് അങ്ങനെ വല്ലതും ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അത് നമുക്ക് അറിയാനായിട്ട് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും ഇതിൽ കീബോർഡിൽ. ഈ ഒരു ഇത് ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നമ്പർ ലോക്കൊക്കെ അടിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ഒച്ച വരുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ടിപ്പിലേക്ക്. അപ്പം ഞാൻ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു മൗസിൻ്റെ ഈ ഒരു കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ കാണിക്കും. നിങ്ങൾ ഈ മൗസിൻ്റെ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോണ്ടി. ഇപ്പോൾ വലുതായില്ലേ? ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയില്ലേ? പിന്നെ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ മൗസിൻ്റെ ഈ പോയിന്റ് സൈസൊക്കെ വലുതാക്കാവുന്നതാണ്. പിന്നെ ഈ ഭാഗം കളറിന് വേണ്ടിയിട്ട്, ഇത് സൈസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ടിപ്പിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മളുടെ അഞ്ചാമത്തെ ടിപ്പായിട്ട് വരുന്നത്, അതിനായി ഞാനിവിടെ നോട്ട് പാഡ് ഓൺ ആക്കുകയാണ്. ഓക്കെ, നോട്ട് പാഡ് എന്നിട്ടൊന്നും ഇവിടെ വെക്കുകയാണ്. ഓതർ ഓപ്ഷൻസിലാണ് പോകേണ്ടത്. ഓതർ ഓപ്ഷൻസിൽ ഈ കഴ്സർ ഒന്ന് വലുതാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു കഴ്സർ വലുതായി കിട്ടുന്നതാണ്. അതൊന്ന് വലുതായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പം 5 ടിപ്സും അതിൻ്റെ ഒപ്പം ഒരു ബോണസ് ടിപ്പും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതിൽ ഹൈ കോൺട്രാസ്റ്റിൽ പോവുക. എന്നിട്ട് ഈ നോൺ എന്നുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റാവുന്നതാണ്. അത് 3D ആക്കി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. ഇത് ഞങ്ങൾ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ
ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് അടിക്കുന്നില്ല. നിങ്ങൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിലേത് കളറാണോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്നടിക്കുക. ഇത് ഞങ്ങൾ കുറച്ച് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്നടിക്കാം. അപ്പോൾ ഇവിടെ ഒരു നെയിം ചോദിക്കും, ആ നെയിം കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം സ്ക്രീൻ റെക്കോർഡർ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ 5 ടിപ്പും ഒരു ബോണസ് ടിപ്പുമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു.